ഇന്ന് നമുക്ക് ഒരു വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ കേക്ക് ഒരു നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കിയാലോ. ഒരു ഫ്ലാറ്റ് ബോട്ടം നോൺ സ്റ്റിക് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു 2 എഗ്ഗ്, 1 കപ്പ് ഷുഗർ പൗഡർ, കുറച്ച് മിൽക്ക്, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ റിഫൈൻഡ് ഓയിൽ, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കുറച്ച് വാനില എസൻസും ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം 1 കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് പതുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തവ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലിന്റെ മേലിലോ ഇത് മാറ്റി ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10-15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ കേക്ക് ബേക്ക് ആവുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞ് പണി പാളും. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബട്ടർ, കൊക്കോ പൗഡർ, പിന്നെ ഷുഗർ പൗഡർ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു 1/4 കപ്പ് മിൽക്ക് കൊണ്ട് പതുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല സോസ് ഫോമിലാക്കി പുറത്തേക്ക് എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവാം. ഇനി ഒന്ന് തണുപ്പിക്കാൻ വെക്കുക. ഇനി നമ്മുടെ തണുത്ത കേക്ക് സൈഡിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇതിന്റെ മേളിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ആക്രാന്തം കാരണം എന്റെ ഡെക്കറേഷൻ കുറച്ച് പാളിപ്പോയെങ്കിലും നിങ്ങൾ നല്ല നീറ്റായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു പീസ് കേക്ക് കട്ട് ചെയ്യുക, കഴിക്കുക.